assembled here to explain you about the Agniveer Intake 2/27. Colonel's Academy and Training Center, Madamanum, NCC Patnanda Catholic College Unit കൂടി സംയുക്തമായിട്ട് നടക്കുന്ന ഒരു ഇന്ററാക്ഷൻ സെക്ഷനാണിത്. അടുത്ത ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനുള്ളിൽ ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ആസ്പെക്ട്സും മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിലും വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിക്കാതെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. ആദ്യമായിട്ട് ഇത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 2/27 വായു എന്നാണ് നോട്ടിഫിക്കേഷൻ്റെ പേര്. അത് ജൂലൈ 6 മുതൽ ജൂലൈ 26 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ്. നോട്ടിഫിക്കേഷന്റെ ഓരോ ഭാഗങ്ങളും വിശദമായിട്ട് ഓരോ സൈഡിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്പർ 1, ഇൻടേക്ക് 2/27. 2/27 എന്ന് പറഞ്ഞാൽ 1/27 ഓൾറെഡി റിട്ടേൺ എക്സാം കഴിഞ്ഞു. അതിന്റെ ഫിസിക്കലും മെഡിക്കലും നടക്കാൻ പോവുകയാണ്. Application start date 6 July 2026. Last date of submission of application is on 26 July 2026. But you should not wait for the last date, because what will happen at the end of the schedule, most probably website will be busy. നിങ്ങൾ ആരും അത് ലോഗിൻ ചെയ്യാൻ കഴിയാതെ വരും, സബ്മിറ്റ് ചെയ്യാൻ കഴിയും. Examination date 22-23 September 2026. Official website agniveer.vayu.cdac.in. Age limit: candidate born between 1st July 2005 and 1st January 2010, both date inclusive. That means 2005 ജൂലൈ 1 മുമ്പ് ജനിച്ചവർക്ക് എലിജിബിൾ അല്ല. 2005 ജൂലൈ 1 ശേഷം ജനിച്ച എല്ലാവരും എലിജിബിൾ ആണ്. അതുപോലെ തന്നെ 1st ജാനുവരി 2010 ശേഷം ജനിച്ചവർക്ക് അണ്ടർ ഏജ് ആണ്, അവർക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കില്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 12th സ്റ്റാൻഡേർഡ് പാസ് ആണോ എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പൊ ആ 12th സ്റ്റാൻഡേർഡിൽ സയൻസ് അല്ലാത്തവർ, കൊമേഴ്സോ ആർട്സോ എടുത്ത് 12th പാസ് ആയവർ, അവർക്ക് വേണ്ടി അതർ ദാൻ സയൻസ് സബ്ജക്ട് 12th പാസ് ആയിരിക്കണം വിത്ത് 50% അഗ്രിഗേറ്റ് മാർക്ക്. ആൻഡ് ഇംഗ്ലീഷിനും 50% മാർക്ക് ഉള്ളവർക്ക് എലിജിബിൾ ആണ്. നമ്പർ 2, സയൻസ് സബ്ജക്ട്. സയൻസോട് PCM എടുത്തിട്ട് 12th പാസ് ആയവർക്ക് മാത്തമാറ്റിക്സ്, ഫിസിക്സ് 50% മാർക്ക് ഇൻ അഗ്രിഗേറ്റ് ആൻഡ് 50% ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 50% ആയിരിക്കണം, മൊത്തത്തിൽ അഗ്രിഗേറ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ഇതിപ്പം 12th പാസ്സായി അതർ ദാൻ സയൻസും അത് കൂടാതെ 10th കഴിഞ്ഞിട്ട് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ചെയ്തവർക്കും എലിജിബിൾ ആണ്. 2 ഇയേഴ്സ് വൊക്കേഷണൽ കോഴ്സ് ചെയ്തവർക്കും എലിജിബിൾ ആണ്. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. 12th എല്ലാവരും പാസ്സായിരിക്കണം. സയൻസ് പാസ്സായവർ അവർ സയൻസ് ഗ്രൂപ്പിനും പോകാം, നോൺ സയൻസ് ഗ്രൂപ്പിനും പോകാം, രണ്ടിനും കൂടി അപ്ലൈ ചെയ്യാം. അത് ഞാൻ വിശദമായിട്ട് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്: ആർമിയിലേക്ക് പോകാൻ 167 സെന്റിമീറ്റർ ഹൈറ്റ് വേണം. പക്ഷെ എയർഫോഴ്സിലേക്ക് പോകാൻ വെറും 152 സെന്റിമീറ്റർ ഹൈറ്റ് മതി. 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള എല്ലാവർക്കും ഇതിൽ പോകാൻ കഴിയും. ടെസ്റ്റ് ഫോർ മെയിൽ മിനിമം 77 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യണം. ആ റിട്ടേൺ എക്സാമിനേഷനിൽ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം സയൻസ് സബ്ജക്ട്. സയൻസ് എടുത്ത് 12th പാസ്സായവർക്ക് വേണ്ടിയിട്ട് ഫിസിക്സും മാത്തമാറ്റിക്സും ഇംഗ്ലീഷിന്റെ 10+2 CBSE സിലബസിലുള്ള 60 മിനിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉള്ളത്. 60 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് ടോട്ടൽ 60 ക്വസ്റ്റ്യന്റെ എക്സാം ആണുള്ളത്. അതർ ദാൻ സയൻസ് സബ്ജക്റ്റുകാർക്ക് 45 മിനിറ്റേ ഉള്ളൂ. ഇംഗ്ലീഷിന്റെയും
റീസണിങ് ആൻഡ് ജനറൽ അവയർനെസിന്റെ കൂടിയുള്ള ഒറ്റ പേപ്പറാണ്. 45 മാർക്കിന്റെ ആണ്. അത് 45 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് എടുത്ത് 12th പാസ് ആയവർക്ക് ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്യാം. അവർക്ക് വേണ്ടി കമ്പൈൻഡ് ആയിട്ടുള്ള വേറൊരു എക്സാമിനേഷൻ ആണ്. അതപ്പോ അവർക്ക് 3 സബ്ജക്റ്റ് ഉണ്ട്. അവർക്ക് സയൻസും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, റീസണിങ്ങിന്റെ ടെസ്റ്റും ഉണ്ട്. 3 പേപ്പറിന്റെ ഒന്നിച്ച് കൺസോൾഡ് ആയിട്ടുള്ള ഒറ്റ എക്സാമിനേഷൻ ആണ്. അവർക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ട്, 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അവർക്ക് 45 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതർ ദാൻ സയൻസിന് 60 ക്വസ്റ്റ്യൻ ഉണ്ട്. സയൻസുകാർക്ക് അല്ല, 100 85 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 85 മിനിറ്റ്സിന്റെ മാർക്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇനി ഫേസ് 2. ഫേസ് 1 കഴിഞ്ഞിട്ട് കട്ട് ഓഫ് ആണ്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഫേസ് 2 സ്റ്റാർട്ട് ആകുന്ന എപ്പോഴാണ്? ഫേസ് 1 റിട്ടേൺ എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഫേസ് 2ലേക്കുള്ള ആൾക്കാരെ ഇന്റിമേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാൾ ലെറ്റർ വരും. സെക്കൻഡ് സ്റ്റേജിന് പോകാൻ വേണ്ടിയുള്ള കാൾ ലെറ്റർ വരും. ആ സമയത്താണ് നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടി പോകുന്നത്. ആ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സാമിനേഷനും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും. ഇത് രണ്ടും ഫേസ് 2ലുള്ളതാണ്. അതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.6 കിലോമീറ്റർ മെയിലിനും 7 മിനിറ്റിനോ ഓടിയാൽ മതി. ആർമിയിലേക്കാണെങ്കിൽ 5 മിനിറ്റ് 45 സെക്കൻഡ് ഓടുവാൻ നേരത്തെ ഈ വർഷം 6 മിനിറ്റ് 15 സെക്കൻഡ് വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതിപ്പം എയർഫോഴ്സിലേക്ക് 7 മിനിറ്റ് വരെ സമയമുണ്ട്. ഫിമെയിൽസിന് 8 മിനിറ്റ് വരെ, ഗേൾസിന് 8 മിനിറ്റിനുള്ളിൽ ഈ 1.6 കിലോമീറ്റർ ഓടിയാൽ മതി. നെക്സ്റ്റ് 10 മെയിലിന്റെ ആണ്. 10 പുഷപ്പ് 1 മിനിറ്റിനുള്ളിൽ 10 പുഷപ്പ് ചെയ്താൽ മതി. വളരെ ഈസിയാണ്. സിറ്റപ്പ് വന്നിട്ട് 1 മിനിറ്റിൽ 10 എണ്ണം ചെയ്യണം. 1 മിനിറ്റിൽ 20 സ്ക്വാട്ട് ചെയ്യണം. ഈ 3 ടെസ്റ്റ് ആണ് 1.6 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉള്ളത്. ഈ ഓരോ ടെസ്റ്റിന്റെ ഇടയിൽ ഗ്യാപ്പ് തരും 10 മിനിറ്റിന്റെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യിക്കത്തുള്ളൂ. ഫീമെയിലിനാണെങ്കിൽ 10 സിറ്റപ്പ് 1.5 മിനിറ്റ് കൊണ്ട് ചെയ്താൽ മതി. ബോയ്സിന് 1 മിനിറ്റ് കൊണ്ട് ചെയ്യണം, ഗേൾസിന് 1.5 മിനിറ്റ് കൊണ്ട് ചെയ്താൽ മതി. 15 സ്ക്വാട്സ് ഇൻ 1 മിനിറ്റ്. ഈ 2 ടെസ്റ്റേ ഉള്ളൂ ഫീമെയിൽസിന്. ഇനിയും ഫേസ് 3. അപ്പോൾ ഫേസ് 1 റിട്ടേൺ എക്സാമിനേഷൻ, ഫേസ് 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്ത് വന്നിട്ട് നിങ്ങളുടെ ചെസ്റ്റും ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഫേസ് 3 വന്നിട്ട് അപ്പോൾ ഫേസ് 1 റിട്ടേൺ എക്സാം പാസ്സായി, ഫേസ് 2 വന്നിട്ട് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. അങ്ങനെ പാസ് ആവുന്നവരെ മാത്രമേ മെഡിക്കലിന് വിളിക്കത്തുള്ളൂ. അത് അന്ന് തന്നെ മെഡിക്കൽ നടക്കും. ആ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇനി അപ്ലൈ ചെയ്യേണ്ട രീതി നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് 550 രൂപയും അതിന്റെ GST 18%, അതായത് 99 രൂപയോടാകും. 100 രൂപ എന്ന് കൂട്ടിക്കോ. 550 പ്ലസ് 100 600 രൂപ മുടക്കിയിട്ട് ഫീസ് ഡെപ്പോസിറ്റ് ചെയ്ത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്. ഇതിനകത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഡോക്യുമെന്റ് മൊത്തം തയ്യാറാക്കി വിടണം. അതിനകത്ത് 10th-ന്റെയും അല്ലെങ്കിൽ മെട്രിക്കുലേഷന്റെയും അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റിന്റെയും മാർക്ക് ഷീറ്റ്, രണ്ടാമത് ഡൊമസിയൽ സർട്ടിഫിക്കറ്റ്. ഈ ഒരു ഡോക്യുമെന്റ് ആണ് അഡീഷണൽ ആയിട്ട് എയർഫോഴ്സിലേക്ക് ചോദിക്കുന്നത്. ഡൊമസിയൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഏത് ദേശക്കാരനാണ്, ഏത് പ്രദേശത്താണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരുന്നതാണ്. അത് വാങ്ങിച്ചു വെക്കണം. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അത് ലേറ്റസ്റ്റ് ആയിരിക്കണം. പിന്നെ സിഗ്നേച്ചർ, നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അതിന്റെ സ്കാൻ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ വന്നിട്ട് കാൻഡിഡേറ്റ് ലെഫ്റ്റ് തം ഇംപ്രഷൻ, അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പിന്റെ തള്ളവിരലിന്റെ നമ്മൾ സ്റ്റാമ്പ് പാഡിൽ മുക്കിയിട്ട് അതൊരു പേപ്പറിൽ പതിപ്പിച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ വന്നിട്ട് ആധാർ കാർഡ്, ആക്റ്റീവ് മൊബൈൽ നമ്പറിംഗ്, ആക്റ്റീവ് മെയിൽ ID, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഫ് എനി, അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രശ്നമില്ല. NCC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ B ഗ്രേഡിന്റെയോ C ഗ്രേഡിന്റെയോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് മാർക്ക് കിട്ടും.